ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സൈനിക ശക്തിയെയും വിഘടനവാദികളെയും അമേരിക്ക ആയുധമാക്കാറുണ്ടെന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ചരിത്രരേഖകൾ പ്രകാരം 100-ലധികം രാജ്യങ്ങളിൽ നേരിട്ടും അല്ലാതെയും ഇടപെട്ട അമേരിക് വിദേശ ഭരണാധികാരികളെ പിടികൂടി വിചാരണ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക മാതൃക തന്നെ പിന്തുടരുന്നു. 100-ലധികം രാജ്യങ്ങൾ നേരിട്ടും അല്ലാതെയും സൈനിക ഇടപെടൽ നടത്തിയ അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ച അമേരിക്ക ലോക സമാധാനത്തിന്റെ കാവൽക്കാരോ അതോ പരമാധികാര രാജ്യങ്ങളെ വിഴുങ്ങുന്ന സാമ്രാജ്യത്വ ശക്തിയോ എന്നതിനുള്ള ഉത്തരം കിട്ടും. ഏറ്റവും ഒടുവിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡോറയെ സൈനിക നീക്കത്തിലൂടെ പിടികൂടി വിചാരണ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ്. പനാമ മുതൽ ഇറാഖ് വരെ അമേരിക്ക നടപ്പാക്കിയ അതേ ഭരണമാറ്റ തന്ത്രത്തിന്റെ പുതിയ പതിപ്പ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടുള്ള അമേരിക്കൻ നീക്കം ലക്ഷ്യം കണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം ജയിലിൽ അടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പദ്ധതിയല്ല. 2003 ഇറാഖിനെ തകർക്കാൻ ജോർജ് ബുഷ് ഉയർത്തിയത് കൂട്ടനശീകരണ ആയുധങ്ങൾ എന്ന പച്ചക്കള്ളമായിരുന്നു. തിക്രിത്തയിലെ ഒളിത്താവളത്തിൽ നിന്ന് സദ്ദാമിനെ പിടികൂടിയ US സൈന്യം 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം സ്വന്തം പാവക്കോടതിയെ കൊണ്ട് അദ്ദേഹത്തിന് വധശിക്ഷ വാങ്ങി നൽകി. ഇറാഖിലെ എണ്ണപ്പാടങ്ങൾക്കുമേൽ അമേരിക്കൻ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി ആ ചോരപ്പുഴ ഒഴുക്കിയത്. സദ്ദാമിനു മുൻപ് ഈ പരീക്ഷണം പനാമയിൽ നടന്നിരുന്നു. 1990 മാനുവൽ നൊരീഗയെ പുറത്താക്കാൻ അമേരിക്ക പറഞ്ഞ അതേ മയക്കുമരുന്ന് കടത്ത് വാദമാണ് ഇന്ന് മഡോറയ്ക്കെതിരെ ട്രംപ് ഭരണകൂടവും ആവർത്തിക്കുന്നത്. വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ അഭയം തേടിയിട്ടും നൊരീഗയെ വിട്ടയക്കാൻ അമേരിക്ക തയ്യാറായില്ല. സാമ്രാജ്യത്വ ശക്തികൾക്ക് അനുകൂലമല്ലാത്ത ഭരണാധികാരികൾ എങ്ങനെ കുറ്റവാളികളായി മാറ്റപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു അത്. ഒടുവിൽ മയാമിയിലെ കോടതിയിൽ വിചാരണ നേരിട്ട നൊരീഗയെ ജയിലിനുള്ളിൽ തന്നെ ജീവിതം ഒടുക്കി. ഈ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 1901 ഫിലിപ്പീൻസ് പ്രസിഡന്റ് എമിലിയോ അഗ്നാൾഡയെ പിടികൂടിയതു മുതൽ അമേരിക്ക തുടങ്ങിയ ഈ രീതി ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഒരു മുൻ സ്പാനിഷ് കോളനിയെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടത്തിയ സൈനിക ഇടപെടൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തുടക്കകാല രൂപം വെളിപ്പെടുത്തുന്നു. ഈ സംഭവങ്ങളൊക്കെയും ഒരു രാഷ്ട്രീയ പാഠമാണ് നൽകുന്നത്. അമേരിക്കൻ ഇടപെടലുകൾ മനുഷ്യാവകാശം, ജനാധിപത്യം, മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം തുടങ്ങിയ ന്യായീകരണങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും യഥാർത്ഥ ലക്ഷ്യം സാമ്പത്തിക ഭൗമോദ്ര താൽപര്യങ്ങളുടെ സംരക്ഷണമാണ്. ഭരണത്തലവന്മാരെ പിടികൂടിയും വിചാരണ ചെയ്തും നടത്തുന്ന ഇത്തരം നടപടികൾ അന്തർദേശീയ നിയമവ്യവസ്ഥയെയും രാജ്യങ്ങളുടെ സ്വയം നിർണയ അവകാശത്തെയും ചോദ്യം ചെയ്യുന്ന ഗൗരവമേറിയ വിഷയങ്ങളായി ഇന്നും തുടരുകയാണ്.